ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ജോഗ്രഫിത്തെ, അതായത് നമ്മൾ സോഷ്യൽ സയൻസ് സെക്കൻഡത്തെ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പബ്ലിക് എക്സാം ഒക്കെ അടുത്ത് വരുവാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് 6ാമത്തെ ചാപ്റ്റർ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളൊരു എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിക്സ് ഒക്കെ പഠിക്കാൻ, ഭാവിയിൽ എക്കണോമിക്സ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പറയുന്നത്, പ്രൈസ് ആൻഡ് മാർക്കറ്റ്. അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ബേസിക് നീഡ്സും അതുപോലെ തന്നെ നമ്മുടെ ഫുൾഫിൽ ചെയ്യുന്ന വാണ്ട്സുകളും, അതായത് നമ്മുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളും, അതായത് തുടക്കത്തിൽ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, എന്തൊക്കെയാകണം, നല്ല ജോലി കിട്ടണം, നല്ല വിദ്യാഭ്യാസത്തിലൂടെ, അതൊക്കെയാണ് നമ്മുടെ വാണ്ട്സ് എന്ന് പറയുന്നത്. നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളാണ്. അതായത് എന്തൊക്കെയാ, നമുക്ക് താമസിക്കാൻ വീട് വേണം, അതുപോലെ തന്നെ നമുക്ക് വെള്ളം വേണം, വസ്ത്രം വേണം, അങ്ങനെ ഭക്ഷണം, അങ്ങനെയുള്ളതാണ് നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് എയർ, ഫുഡ്, വാട്ടർ, ക്ലോത്ത്, ഷെൽട്ടർ, അതാണ് നമ്മുടെ ബേസിക്, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സുകൾ എന്ന് പറയുന്നത്. അതായത് ഈ ബേസിക് നീഡ്സുകളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് പറയാം എന്താ വാണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ലൈഫിൽ അതായത് നമ്മുടെ ഹാപ്പി മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ, അതായത് നമ്മുടെ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അതായത് വാണ്ട്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നത്. അതിനെയാണ് നമുക്ക് എക്കണോമിക്കലി ആയിട്ട് പറയുന്ന വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോണത്, പ്രൊഡക്ഷൻ. അതായത് ഉൽപാദനം എന്നാൽ എന്താണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പ്രൊഡക്ഷൻ ഓഫ് കൺവേർട്ടിങ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ. അതായത് ഒരു ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് മാറുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ നമുക്കറിയാം കുറേ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയാണ് എന്ത് നടക്കുന്നത്, മെഷീൻസ് വേണം, അതിനായുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. അതായത് നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള നോട്ട്ബുക്കിന് വേണ്ടി, അതായത് നമുക്ക് കുറേ മരത്തിൻ്റെ, അതായത് നമുക്ക് ഇല്ലി കൊണ്ടുള്ള ഇത് വേണ്ട, അതായത് ബാമ്പു അങ്ങനത്തെ ഉള്ള ഉൽപ്പന്നങ്ങൾ വേണം. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അതൊരു ഫാക്ടറിയിലേക്ക്, അതായത് മെഷീൻസിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് എന്തെന്ന് പറയുന്നത്, കുറേ നോട്ട്ബുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ നോട്ട്ബുക്കിലൂടെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്താന്ന് പറയുന്നുണ്ട്, ഫാക്ടേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ് ഇൻപുട്ട്. അതായത് അതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. നിങ്ങളോട് ഇൻപുട്ട് എന്താണെന്ന് ചിലപ്പോൾ ഈ 1 മാർക്കിനൊക്കെ വൺ വേർഡ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡെഫിനിഷനായിട്ട് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ചോദിക്കാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ദിസ് ഇൻപുട്ട് ആർ കോൾഡ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കേണ്ടത് അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഒരു നോട്ട്ബുക്കിൻ്റെ രൂപത്തിലായിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, അതായത് അതായത് എന്തൊക്കെ പോസിബിൾ മെത്തേഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡ്യൂസേഴ്സിന്, അതായത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പോസിബിൾ മെത്തേഡ് യൂസ് ഇൻ ദ പ്രൊഡ്യൂസർ. അതായത് ക്വാളിറ്റി ഇൻപുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അതായത് ക്വാളിറ്റി ഉള്ള ഇൻപുട്ടുകൾ, അതായത് സാധനങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണോ, അതായത് പ്രൊഡ്യൂസേഴ്സിന് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ബെറ്റർ ടെക്നോളജി, അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ന്യൂ ടെക്നോളജീസ് ആയിരിക്കും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഓർ എൻ്റർപ്രണർഷിപ്പ് ആണ് എന്തെന്ന് പറയുന്നത്. നമ്മൾ മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നൊക്കെ. അപ്പോൾ അത് മറന്നു പോകരുത്, വിട്ടും പോകരുത്. അതിൻ്റെ റിവാർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ അപ്പോൾ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിളാണ് റോ മെറ്റീരിയൽസ് ആയിട്ട്. അതായത് നമ്മളൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇനി നമുക്കൊരു മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇക്വേഷനൊക്കെ പഠിക്കാണ്ട്. അപ്പം എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ? അപ്പം നമ്മൾ പ്രൊഡക്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി നമുക്ക് എന്താ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് നോക്കാം. അതായത് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ദ പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട് വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മുടെ ഫാക്ടേഴ്സ്, അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ്, നമ്മൾ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ പറഞ്ഞു, അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം നമ്മുടെ പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം? ഒന്ന് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. എൻ എന്ന് സൂചിപ്പിക്കുന്ന എന്തിനാ? ലാൻഡിനെയാണ്. എല് ലേബർ, കെ ക്യാപിറ്റൽ, ഒ എന്ന് പറയുന്നത് ഓർഗനൈസേഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇക്വേഷനിലേക്കൊക്കെ പോവാം. Q is equal to function of N L K O. അതായത് N എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതായത് ഈ Q എന്ന് പറയുന്നത് Q is the function of N L K O എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. എന്താണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് എന്നും എല്ലും കെയും ഓയും എന്താണ്? നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട് പോവാം. എന്താണ് ഫിക്സഡ് ഇൻപുട്ടും അതുപോലെ തന്നെ വേരിയബിൾ ഇൻപുട്ടും? എന്താ ഫിക്സഡ് ഇൻപുട്ടും വേരിയബിൾ ഇൻപുട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫിക്സഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ പറയുന്നത് എന്താ? ലാൻഡും ഓർഗനൈസേഷനും. അതായത് നമ്മുടെ ഭൂമിയും എന്താണ്? ഓർഗനൈസേഷനും ആണെന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ളത്. അപ്പം വേരിയബിൾ ആയിട്ട് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ലേബേഴ്സ്, അതായത് ആ ഒരു ഭൂമിയിൽ, അതായത് ആ ഒരു കൃഷി ചെയ്യാൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ലേബേഴ്സിനെയായിരിക്കും കൂടുതലായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ക്യാപിറ്റൽ, പൈസ വേണ്ടേ? നമുക്ക് എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. അതാണ് നമ്മുടെ ക്യാപിറ്റൽ, അതായത് മൂലധനം എന്ന് പറയുന്നത്. അതാണ് വേരിയബിൾ ഇൻപുട്ടും അതുപോലെ തന്നെ ഫിക്സഡ് ഇൻപുട്ടും. അവിടെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആർ കോൾഡ് ഫിക്സഡ് ഇൻപുട്ട്. ലാൻഡും ഓർഗനൈസേഷനും ആണെന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം വേരിയബിൾ ഇൻപുട്ടോ? ഇൻപുട്ട് ദ quantity which can be changed within a short period of time are called variable input. എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ പറയാം? ലേബേഴ്സും പറയാം, ക്യാപിറ്റൽ പറയാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാൻഡും ലേബറും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞത്. അതിന്റെ ബേസിൽ തന്നെയാണ് എന്ത് പറയുന്നത്? വേരിയബിൾ, അതായത് ഫിക്സഡ് ഇൻപുട്ടും അതുപോലെ തന്നെ വേരിയബിൾ ഇൻപുട്ടും എന്ന് പറയുന്നത്. വേരിയബിൾ ഇൻപുട്ടാണ് വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇനി നമുക്ക് അടുത്തൊരു ഭാഗമാണ് നമ്മുടെ എന്താണ് കൺസംഷൻ, എന്താണ് ഉപഭോഗം. എന്തായിരിക്കും കൺസംഷൻ എന്ന് പറയുന്നത്? കൺസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്താണ്? നമുക്കൊരു ആഗ്രഹമുണ്ട്. അതായത് നമുക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങണം, അതുപോലെ തന്നെ നല്ലൊരു വീട് വെക്കണം, അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതായത് എന്താണ്? നമ്മുടെ വാണ്ട്സ് ആണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആഗ്രഹിച്ച ഒരു ഡ്രസ്സ് വാങ്ങി എന്ത് ചെയ്തു? അത് മാക്സിമം എന്ത് ചെയ്തു? നമ്മളത് ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്തു, യൂസ് ചെയ്തു. അതിൽ നമുക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണ്. നമ്മൾ ആഗ്രഹിച്ചിട്ട് മേടിച്ചൊരു സാധനമാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്തു? സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ജസ്റ്റ് നമ്മളൊരു സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈയിങ് ആൻഡ് യൂസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫിൽ വൺസ് നീഡ്സ് ഈസ് കോൾഡ് കൺസംഷൻ. ഈ ഡെഫിനിഷൻ കാണാതെ തന്നെ പഠിച്ചിട്ട് പോകണം. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പൊ ആരായിരിക്കും കൺസ്യൂമർ? ആരായിരിക്കും കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയാണ്. അതായത് കൺസ്യൂമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയാണ്. ആരാണ്? ഹു ബൈ ആൻഡ് യൂസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് either ബൈ പേയിങ് ഇറ്റ്സ് പ്രൈസ് ഓർ ബൈ. അതായത് ഒരു പ്രൊഡ്യൂസർ, അതായത് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് വന്നു. അയാൾ ആർക്ക് കൊടുക്കുന്നത്? കടയിൽ കൊണ്ടേ കൊടുക്കുകയാണ്. അതാണ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൺസ്യൂമേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസറിനെയും ക്ലാസിഫൈ ഒക്കെ ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കത് നോക്കാം. ഇനി നമ്മുടെ കൺസംഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്, അതായത് വരുമാനം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവും നമുക്ക്? ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ അതാണ് ഒന്നാമത്തെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഒന്നാമത്താണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്തായിരിക്കും? സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ്. പിന്നെ അഡ്വർടൈസിങ്, കറണ്ട് സേവിങ്, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇൻകം അല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും? അതായത് നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ
ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസംഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ? അതായത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, കൺസ്യൂമേഴ്സ്, പ്രൈസ്, എൻവിയോൺമെന്റൽ അവയർനെസ്, ക്ലൈമറ്റ്, ക്വാളിറ്റി, നീഡ്സ്. അതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സസ്റ്റൈനബിൾ കൺസംഷൻ? സുസ്ഥിര ഉപഭോഗം. എന്താണ്? കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് മിനിമൈസ് എൻവിയോൺമെന്റൽ ഇമ്പാക്ട് ഈസ് കോൾഡ് സസ്റ്റൈനബിൾ കൺസംഷൻ. അതായത് നമ്മുടെ പരിസ്ഥിതി നാശമൊന്നാക്കാതെ, ഒരു ഇമ്പാക്റ്റും വരാതെ അതിനെ മിനിമൈസ് ചെയ്യുന്ന ഒരു ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ കൺസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തായിരിക്കും സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ? സുസ്ഥിര ഉൽപാദനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? The primary goal of sustainable production is to produce goods and services with minimum exploitation or misuse of natural resources and raw materials. നമുക്കറിയാം അതായത് പ്രൊഡക്ഷൻ നമ്മൾ കുറേയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ എൻവിയോൺമെന്റ്, അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന്, പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടാണ് കുറേ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിനൊന്നും മിസ്യൂസ് ചെയ്യാതെ, അതായത് നശിപ്പിച്ച് കളയാതെ എന്ത് ചെയ്യണം, നമ്മളൊരു അതായത് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ നടത്തുന്നതിനാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായിരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സുസ്ഥിര വികസനം. നമ്മൾ പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ 12ാമത്തെ 5 ഇയർ പ്ലാൻ 2017 5 ഇയർ പ്ലാനിൽ വന്നാണ് എന്തെന്ന് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടി, അടുത്തൊരു തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പറയുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് വെൻ ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് ജനറേഷൻ ആർ മീറ്റ് ടു കംപ്രൈസ് നീഡ്സ് ഓഫ് ഫ്യൂച്ചർ. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മുടെ വീട്ടിലുള്ളവർ പറയും അടുത്ത ജനറേഷനും കൂടെ, അതായത് അടുത്ത തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ട് വേണം നല്ലൊരു കാര്യം ചെയ്യാൻ, എന്നാലും മാത്രമേ ഉള്ളൂ എന്തുള്ളൂ അതായത് നമ്മളൊരു വീട്ടിലൊരു തൈ നടുവാണെങ്കിലും പറയും, മാവ് നടുവാണെങ്കിലും പറയും അടുത്ത തലമുറയ്ക്കും കൂടെ അതെന്ത് ചെയ്യുന്നു, ആ ഒരു സമയത്തായിരിക്കും അത് കായ്ക്കുന്നത്. അതിൻ്റെ അതായത് ഫലങ്ങളൊക്കെ നമുക്ക് അടുത്ത ഫ്യൂച്ചർ ജനറേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതായത് എൻവിയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള 3 ടേംസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. സസ്റ്റൈനബിൾ കൺസംഷൻ, സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, അതുപോലത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു, അതായത് എന്തിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തിനൊക്കെ ആയിരിക്കും? ഇവിടെ ഒരു ചോദ്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ആർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പ്രപ്പോസ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ? വാട്ട് ആർ ദേ? എന്തൊക്കെയായിരിക്കും? നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, quality education, gender equality, clear water and sanitation, climate action, life on land. ഈ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ക്യാൻ ദെയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദി പിക്ചർ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇവിടെ പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ ഇവിടെ കൺസ്യൂമേഴ്സുമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ രണ്ടൊരു കോളം കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു കോളത്തിൽ അതായത് ഇവിടെ നിന്ന് എന്തായിരിക്കും പോകുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും പോകുന്നത്, അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മളിവിടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ആര് കൊടുക്കുന്നത്? കൺസ്യൂമേഴ്സിന്. കൺസ്യൂമേഴ്സ് തിരിച്ചെന്താ തരുന്നത്? പ്രൊഡക്റ്റ് വാല്യൂ. അതായത് ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആണ്. അതായത് എത്ര പൈസ, അതായത് ഇപ്പം ഒരു കിലോ തക്കാളിയാണ് ആ ഒരു പ്രൊഡ്യൂസർ കൊടുത്തത്, മാർക്കറ്റിൽ കൊണ്ടേ കൊടുത്തത്. ആ കൺസ്യൂമർ എന്ന് പറയുന്നത് 40 രൂപ എന്നുള്ള വില ആരാണ് തരേണ്ടത്? നമുക്ക് കൺസ്യൂമേഴ്സ് ആണ് തരേണ്ടത്, കൺസ്യൂമർ ആണ് തരേണ്ടത്. അപ്പം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേജ് എന്നാണ് രണ്ടാമത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് പറയാനുള്ള രണ്ടാമത്തെ എന്ന് പറയുന്നത് ആരെയാണ്? വേജ് ആണ്. വേജ് കൊടുക്കുമ്പോൾ എന്താണ് തരുന്നത്? പൈസയായിട്ട് കൊടുക്കുമ്പോൾ എന്താ? സപ്ലൈ ഓഫ് ലേബേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂമേഴ്സ് തരുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് സിമ്പിൾ ആയിട്ട് തന്നെ പറയുന്നത് ഈ ഒരു 2 റിലേഷൻഷിപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക തന്നെ ചെയ്യാം. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഇമ്പോർട്ട് ടു പ്രൊഡ്യൂസേഴ്സ് പേ കൺസ്യൂമർ ഫോർ ലേബർ, പ്രൊഡ്യൂസർ പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കൺസ്യൂമർ. അതായത് നമ്മൾ ഇത് നോക്കിയതിന്റെ ബേസിലാട്ടോ തൊട്ടപ്പുറത്ത് പറഞ്ഞേക്കുന്നത്.
അപ്പൊ ഇനി എന്താ മാർക്കറ്റ്, വിപണി. നിങ്ങൾക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കാണാം, അതായത് നമ്മളൊരു സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് അതായത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മിഠായിയൊക്കെ മേടിക്കുന്നവരുണ്ടാവും, എന്തായാലും. പിന്നെ അമ്മ രാവിലെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും, അതായത് 1 കിലോ പഞ്ചസാരയോ 1 കിലോ അതായത് കറി വെക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും മേടിച്ചിട്ട് വരാന്നൊക്കെ പറയായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വേഗം പോണത് അതായത് ഒരു വിപണി, അതായത് മാർക്കറ്റ് എന്ന് പറയും. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മീൻ മാർക്കറ്റ് അല്ല, മീൻ മാർക്കറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. എന്തെന്ന് പറയുന്നത് അല്ലാത്ത മാർക്കറ്റും കൂടെ ഉണ്ട്. അപ്പം മാർക്കറ്റിംഗ് ഇസ് എ പ്രോസസ്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ, അതായത് എല്ലാം കൂടി, അതായത് പച്ചക്കറി ഒരു സ്ഥലത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അരിയും പഞ്ചസാരയൊക്കെ ഒരു സ്ഥലത്ത്, അങ്ങനെയാണോ മാർക്കറ്റ് ഉള്ളത്? അല്ലേ? അതേപോലെയാണ് നമ്മുടെ മാർക്കറ്റ്. അതായത് ഓരോ സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ മാർക്കറ്റിന്. അതായത് ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് പോലെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാർക്കറ്റിൽ കൂടുതലായിട്ടും വെക്കുന്നത്. അപ്പം മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ത്രൂ, അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തും, ഉൽപ്പാദിപ്പിക്കുന്നു, ആ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. ഇനി എന്താ ഡിമാൻഡ്? നമുക്കിനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, എന്താ ഡിമാൻഡ്? നമ്മൾ പറയില്ല വെറുതെ, നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പറയും ഡിമാൻഡ് ഇല്ലാവനെന്ന് പറയും. എന്താ ഡിമാൻഡ്? ആ ഡിമാൻഡാണ് ഈ ഡിമാൻഡ് ആണല്ലോ. അപ്പൊ നമ്മൾ എക്കണോമിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ഇസ് ദ ഡിസയർ ദ കമ്മോഡിറ്റി ബാക്ക് വിത്ത് ദ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. അതായത് നമ്മുടെ വില്ലിങ്നെസ്, അതായത് നമുക്ക് എത്രമാത്രം, അതായത് മാർക്കറ്റിൽ ഒരു സാധനത്തിന് എത്ര ഡിമാൻഡ് ഉണ്ടെന്നനുസരിച്ചിട്ടാണ് എന്ന് പറയുന്നത് ആളുകൾ അത് എന്ത് ചെയ്യുന്നു മേടിക്കുള്ളൂ. അതായത് മാർക്കറ്റിൽ അത് ഡിമാൻഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം അതായത് ഇപ്പം ഒരു 1 കിലോ തക്കാളിക്ക് 40 രൂപയാണെങ്കിൽ അത് ആളുകൾ എന്താ മേടിക്കുവോ? അതായത് അത് ആവശ്യം, അതായത് നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടും ആവശ്യത്തിന്, അതായത് ഇപ്പം നമുക്കറിയാം സാമ്പാർ വെക്കണമെങ്കിൽ തക്കാളി വേണം, അപ്പം തക്കാളി എന്താ ആവശ്യമാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ വെക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? തക്കാളിയൊക്കെ വഴറ്റിയിട്ടൊക്കെയാണ് വെക്കുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു? നമുക്ക് തക്കാളിക്ക് ആവശ്യമുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു? ആവശ്യത്തിനനുസരിച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നോട്ട്ബുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നോട്ട്ബുക്കിന്റെ ആവശ്യം ഉണ്ടെന്നനുസരിച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത് ആളുകൾ സാധനം മേടിക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും ഡിമാൻഡ് ഷെഡ്യൂൾ? ടെക്സ്റ്റ് ബുക്കിൽ ഷെഡ്യൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് 5. അപ്പം അതിൻ്റെ ഡിമാൻഡ് എത്രയായിരിക്കും? 5 രൂപയ്ക്കുള്ള സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 50 രൂപയായിരിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്? പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ എന്ത് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് എന്ന് പറയുന്നത് കൂടുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. അവിടെ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം. 5 എന്ന് പറയുന്നത് പിന്നെ എന്താവുന്നു? അതിലൂടെ അവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് 5 എന്ന് പറയുന്നത്, അതായത് 5 എന്ന് പറയുന്നതിൽ എന്താണ്? അവിടെ കുറയുകയാണ്. അവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയുകയാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഇവിടെ 10 ആകുമ്പോൾ അവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 40 ആവുന്നു, കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സാധനത്തിന് വില കൂടി. അതായത് നമുക്കിപ്പം 1 കിലോ സവോളയ്ക്ക്, അതായത് സവോളയ്ക്ക് 80 രൂപയാണ്. ഇപ്പം ആളുകൾ സാധനം മേടിക്കുമോ? ആവശ്യം, അതായത് നമ്മുടെ ആവശ്യമുണ്ട്, അപ്പം അത്യാവശ്യമുള്ളവരൊക്കെ മേടിക്കും, അല്ലാത്തവരെന്ത് ചെയ്യണം? 1/2 കിലോ 1/4 കിലോ ഒക്കെ മേടിക്കും. അതായത് സാധനത്തിന് വില കൂടി, അപ്പം ആളുകൾ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ലാതായി പോകും. അപ്പം പയ്യെ എന്ത് ചെയ്യുന്നു? ആ സാധനത്തിന് വില കുറയുമ്പോൾ അതിന് ഡിമാൻഡ് കൂടുന്നു. ആ ഒരു റിലേഷൻഷിപ്പാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് ഷെഡ്യൂള്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു ബേസിൽ നമുക്ക് ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എക്സും വൈയും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിൽ നമുക്ക് ഡിമാൻഡ് കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ളതാണ്? എങ്ങനെയാ? അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ? ഡൗൺവേർഡ് ആണിത്. നേരായില്ല, എന്നാലും ഏകദേശം ഒരു രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടെ വരയ്ക്കുന്നത്. ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവിനാണ്. ഒ എക്സിൽ എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. പിന്നെ ഇവിടെ ഈ കുറേ വിലയുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെയൊന്നും ആകുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പം വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ എല്ലാവരും. അപ്പം എയും ബിയും സിയും ഡിയും, ഒരു ഇയും കൂടി ഉണ്ട് ഇവിടെ, ഇയും ഉണ്ട് ഇവിടെ.
ഇവിടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവലാണ്. ഡിമാൻഡിൻ്റെ നമ്മുടെ ഡിമാൻഡിൻ്റെ എത്രയായിരുന്നു ഇവിടെ പറയുന്നുണ്ട് 10, 20, 30, 40, 50. മുകളിൽ എത്രയാണ് 5, 10, 15, 20, 25 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം നമ്മളൊരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? OXൽ എന്താ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ്, OYലോ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. എയും ബിയും സിയും ഡിയും എന്താ ഇവിടെ പറയുന്നത്? എയും ബിയും സിയും ഡി ഒക്കെ എന്താ? ഈ എയും ബിയും സിയും ഡിയും ഇയും എന്താ ഇവിടെ പറയുന്നുണ്ട്? ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രൈസസ്. അതായത് ഓരോ പ്രൈസ്, അതായത് ഓരോ സമയത്ത് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയുന്നത്. DD എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് ആണ്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാ? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആട്ടോ. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്ലൈയിലേക്ക് പോകാം. ഡിമാൻഡ് സപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ? എന്താ സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈയിൽ എങ്ങനെയായിരിക്കും? പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറയുമ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് കൂടുകയാണ്. ഇപ്പം 1 കിലോ ആപ്പിളിന് എത്ര രൂപയായിരിക്കും? 1 കിലോ ആപ്പിളിന് പോട്ടെ, 1 കിലോ പോട്ടെ, 2.5 കിലോ ആപ്പിളിന് 100 രൂപ. ആൾക്കാർ മേടിക്കുമോ? വേഗം തന്നെ. അതായത് നമ്മുടെ വണ്ടിയിൽ എങ്ങാനും 2.5 കിലോ ആപ്പിളിന് 100 രൂപയാണെങ്കിൽ ആൾക്കാർ മേടിക്കുമോ? ഇല്ലേ? അപ്പൊ അതിനുള്ള വിതരണം എന്ന് പറയുന്നത്, അതായത് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. അതായത് പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കൂടുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് നോക്കി വെച്ചാൽ മതി. ഡിമാൻഡ് സപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതായത് ഒരു ടൈം പീരീഡിൽ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡിലായിരിക്കും എന്ന് പറയുന്നത് അതായത് നമ്മുടെ സപ്ലൈ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും സപ്ലൈ ഷെഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സപ്ലൈ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കുറയുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടും. ഈ ഒരു ആരോ മാർക്ക് കൂടുന്നതും കുറയുന്നു കേട്ടോ. കുറയുന്നു, കൂടുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ സപ്ലൈ കർവ്? എങ്ങനെയായിരിക്കും? എക്സും വൈ ഒക്കെ എഴുതാൻ മറക്കല്ലോ കേട്ടോ. ക്വാണ്ടിറ്റി, സപ്ലൈ, പ്രൈസ്, എസ്. ഗ്രാഫ് വൃത്തിയായിട്ടൊന്നുമില്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ABCD ഇയും കൂടെ ഉണ്ട്. ഇയും കൂടെ ഉണ്ട്, ഇ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും പറയുന്നുണ്ട് എന്താണ്? OXൽ എന്താ? ക്വാണ്ടിറ്റി സപ്ലൈയും. OYലോ പ്രൈസ്. SS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സപ്ലൈ കർവ്. പിന്നെ എയും ബിയും സിയും ഡിയും എന്താ? അതായത് ഡിഫറെന്റ് പ്രൈസ് ലെവലാണ്. പിന്നെ ഇത് ഡൗൺവേർഡ് ആണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന്? ഡൗൺവേർഡ് ആണെന്ന് പറഞ്ഞു. ഇതെന്തായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും കേട്ടോ. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. പിന്നെ എങ്ങനെയായിരിക്കും? അതായത് അപ്വേർഡ് സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം എന്താ ഇക്വിലിബ്രിയം പ്രൈസ്. ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞു ഇക്വിലിബ്രിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈക്വൽ ആവുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണേ. ഈക്വൽ ആവുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്താ? ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആവുന്നതിന് എന്ത് പറയുന്നു? ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആവുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. The price at which the demand and supply are is called the equilibrium price. അപ്പോൾ ഷെഡ്യൂൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് 5, 10, 15, 20, 25 കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്, അതായത് DD കൊടുത്തിട്ടുണ്ട്, SS കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ? ഈ ഒരു കോളം ശ്രദ്ധിച്ചു നോക്കിയൊക്കെ. ഇതെന്താ? 15 ആയിരുന്നു പ്രൈസ്. ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപ. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ? എത്ര ഉണ്ടായിരുന്നു? അപ്പം
30 രൂപ ഉണ്ടായിരുന്നു. സപ്ലൈ എന്ന് പറയുന്നത് 30 ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം സംഭവിച്ചത്. അപ്പൊ ഇക്വിലിബ്രിയത്തിന്റെ നമുക്ക് ഗ്രാഫ് ഇവിടെ വരയ്ക്കാം. എക്സ്, വൈ, ഒ. അതായത് ഇവിടെ നമ്മുടെ എന്ത് വരും, ഡിമാൻഡും ഇവിടെ നമ്മുടെ ഡിമാൻഡും ഡി ഡി എന്ന് പറയുന്ന ഡിമാൻഡ്, എസ് എസ് എന്ന് പറയുന്ന സപ്ലൈ ആട്ടോ, പ്രൈസും ഇവിടെ വരും. എങ്ങനെയായിരിക്കും ഗ്രാഫ്? ഇതെന്താ എസ് എസ്, ഇതെന്താ ഡി, അതായത് നമ്മുടെ ഡിമാൻഡ്. ഇതില് നമ്മുടെ ഇവിടെ ഒരു പോയിന്റ്, അതായത് കറക്റ്റ് അവിടെ വന്നില്ല, ആ ഒരു, അതായത് ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത്. അതായത് ഇവിടെ 30 ഇവിടെ 15 ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് 15, ഇവിടെ 30 ഡിമാൻഡ് സപ്ലൈ ആണുള്ളത്. ഈ ഒരു ഈക്വൽ ആവുന്ന ഒരു പോയിന്റ്, ഇവിടെ ഒന്നും നമ്മുടെ ഈക്വൽ ആവുന്നില്ല, അതായത് രണ്ടുപേരും ഒരുമിച്ച് ആവുന്നില്ല, ഇവിടെയൊക്കെ വ്യത്യാസമാണ്, എല്ലാവരുടെയും വ്യത്യാസമാണ്. പക്ഷെ ഇവിടെ മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്, അതായത് ഈക്വൽ ആവുന്നെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് കേട്ടോ. ഈ ഒരു പോയിന്റിലാണ് എന്തെന്ന് പറയുന്നത് ഈക്വൽ ആവുന്നത്, ഈ ഒരു പോയിന്റിൽ ഈക്വൽ, അതായത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കൊരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സും വൈ എഴുതുന്നതിന്റെ കൂടെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റത്തെ രണ്ടൊരു ടോപ്പിക്കാണ് എന്താണ് മാർക്കറ്റിംഗ് ടെക്നിക്സ്. നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും മാർക്കറ്റിംഗ് ടെക്നിക്സുകൾ? ഒരു സാധനം മേടിക്കണമെങ്കിൽ വില കുറച്ച് തരും. ചില നമ്മൾ എവിടെയെങ്കിലും വല്ല ഉത്സവങ്ങളോ അങ്ങനെയുള്ള ഇവിടെ പോകുമ്പോൾ കാണാം 20 രൂപ കട, ഏതെടുത്താലും 20 രൂപ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അങ്ങോട്ട് പോകും. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. പിന്നെ ഓഫറിലൊക്കെ, അതായത് നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓഫറുകളിൽ കാണാം, അതായത് ഇത്ര % ഓഫറാണ്, 2 ഷർട്ട് കിട്ടും, ഒന്നെടുത്ത 2 ഫ്രീ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. അതായത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, എക്സ്ചേഞ്ച് ഓഫർ, എക്സിബിഷൻ, സെയിൽ ഓഫ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ 4 എന്ന് പറയുന്നത്. എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? എന്തായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ്? എന്താ നമ്മുടെ ഇപ്പം പറഞ്ഞത്, അതായത് ഇൻഫോർമേഷൻസുകൾ, അതായത് നമ്മുടെ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട്, അതായത് ഡിജിറ്റൽ ചാനലുകളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഡിജിറ്റൽ, അതായത് ഓൺലൈൻ സർവീസ്, അതായത് നമുക്കറിയാം കുറേ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള, അതായത് നമുക്ക് സാധനം മേടിക്കാനുള്ള കുറേ ഫർണിച്ചർ ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും മേടിക്കാനും നമുക്ക് കുറേ ഓൺലൈൻ പർച്ചേസിങ് ഷോപ്പിംഗ് ആയിട്ട് ചെയ്യുന്ന കുറേ ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യമുള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പം ഇനി എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതുപോലെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.